ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഉള്ള കലോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഞാൻ പല വീഡിയോകളിലും വെളിയിലെ അടുപ്പ് കാണിച്ചിരുന്നു. അത് മുഴുവനായിട്ട് കാണിച്ചില്ല. കാരണം ഇതാണ് കേട്ടോ, അടുപ്പിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോയേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് കാണിക്കാതിരുന്നത്. പുതിയ വീട് വെച്ചപ്പോൾ നമ്മൾ അടുക്കളയ്ക്കകത്ത് അടുപ്പിട്ടില്ല. പകരം വർക്ക് ഏരിയ കൂടി പണിതിട്ട് നമുക്ക് അടുപ്പിടാമെന്നുള്ള പ്ലാനിലായിരുന്നു. കേഴി ഇപ്പോഴും പണിതിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പഴയ അടുപ്പ് നമ്മൾ പൊളിച്ച് കളഞ്ഞില്ല. വർക്ക് ഏരിയ പിടിക്കുന്ന സമയത്ത് പൊളിക്കാമെന്ന് വിചാരിച്ച് കിടന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോഴും അടുപ്പിൽ ചോറ് വെക്കാനൊക്കെ പറ്റുന്നത്. വിറകടുപ്പിൽ ചോറ് വെച്ച് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കറികളും പ്രത്യേകിച്ച് ഇറച്ചിക്കറി, മീൻകറി അങ്ങനെയുള്ളതൊക്കെ വിറകടുപ്പിൽ വെക്കാനാണ് കഴിവതും ശ്രമിക്കുക. അപ്പം ഇതാണ് കേട്ടോ ഈ അടുപ്പ്. മഴയൊക്കെ ആയതുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നത് വളരെ കുറവായിരുന്നു. ഒരു 10 ദിവസത്തിനകമായി അടുപ്പ് കത്തിച്ചിട്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ തീ പിടിക്കാനായിട്ട് വളരെ പാടായിരുന്നു രാവിലെ. എങ്കിലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഈ തീ പിടിപ്പിച്ചെടുത്ത് കേട്ടോ. കാരണം വിറകടുപ്പിൽ ചോറ് വെച്ച് കഴിച്ച് പഠിച്ചിട്ട് പെട്ടെന്ന് റൈസ് കുക്കറിലേക്കൊക്കെ ചോറ് മാറ്റിയപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മെനക്കെട്ട് നിന്ന് തീ പിടിപ്പിച്ച് കഞ്ഞിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ ചോറും കറിയും കാപ്പിയും എല്ലാം ഉണ്ടാക്കിയിട്ട് മോളുടെ സ്കൂളിൽ നിന്ന് കലോത്സവമാണ്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒപ്പനയൊക്കെ ഉണ്ട്. അപ്പം ഒരുക്കാനും അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകണം. അങ്ങനെ തന്നെ ഞാനിവിടെ ഒരുവിധം തീ പിടിപ്പിച്ചെടുത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നാളും ഞാൻ ഈ കലമൊക്കെ വെക്കുമ്പോൾ ഈ വളയം വെച്ച് കൊടുക്കുകയില്ലായിരുന്നു. കരിയാകുന്നത് നന്നായിട്ട് തേച്ച് കഴുകുകയായിരുന്നു. പക്ഷേ ഞാനിന്ന് വളയം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളയം വെച്ച് കൊടുത്തു കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കാനും ചൂടാകാനൊക്കെ താമസമാണ്. എങ്കിലും കലത്തിലൊക്കെ ഒരുപാട് കരി പിടിക്കുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കഞ്ഞിയുടെ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഞാൻ അകത്ത് വന്ന് കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. കാപ്പിക്ക് നമ്മൾ ദോശയ്ക്കാണ് മാവ് അരച്ച് വെച്ചിരുന്നത്. അങ്ങനെ ദോശ ഇടാനായിട്ട് ഒരു ദോശ ചുട്ടപ്പോൾ തന്നെ അടി പിടിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അട ചുട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കിയെടുത്ത ശേഷമാണ് പിന്നെ അടുത്ത ദോശ ചുട്ടത്. മുട്ട ചിക്കിയെടുത്ത ശേഷമാണ് കേട്ടോ ദോശക്കുള്ളൊന്ന് റെഡിയായി കിട്ടിയത്. അട ചുട്ടതിൻ്റെ ആ ഇലയുടെ കറയൊക്കെയാണ് എന്തോ അറിയില്ല, എനിക്കങ്ങനെ വരുന്നതല്ല. വരാത്തതിന് കാരണം ഞാൻ മുട്ട പൊരിക്കുമ്പോൾ ദോശക്കല്ലെ പൊരിച്ചെടുക്കും. അതുകൊണ്ടാണ് പിന്നെ ദോശ ഒന്നും അടിയിൽ പിടിക്കാത്തത്. അട ചുട്ട ശേഷം മുട്ട പൊരിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി ഒന്ന് മെനക്കെടേണ്ടി വന്നു. അതുകൊണ്ട് ദോശയ്ക്ക് ഇവിടെ കറി ചമ്മന്തിയാണ്. അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ റെഡിയാക്കി മോളെ ഒരു 7 മണി ആയപ്പോൾ തന്നെ അവൾക്ക് പോകണമായിരുന്നു. കാപ്പിയൊക്കെ കൊടുത്ത് അവളെ ആദ്യം പറഞ്ഞു വിട്ടു. അതുകൊണ്ട് മുട്ട പൊരിച്ച ആ ചിക്കി എടുത്ത മുട്ട കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ദോശയും ഓംപ്ലേറ്റും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇവിടെ ഞാൻ കൂടുതലും അങ്ങനെയാണ് എടുക്കുന്നത്. ദോശയും ചമ്മന്തിയും ഓംപ്ലേറ്റും കൂടി എടുക്കും. അപ്പം മക്കൾക്കും അങ്ങനെ ഇഷ്ടമാണ്. എന്താണേലും അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം അരി കഴുകി ഞാൻ അടുപ്പിലിട്ടു. കുറച്ച് താമസിച്ച് പോയെന്ന് തന്നെ പറയാം. കുറച്ചെല്ലാം നല്ലതുപോലെ താമസിച്ച് പോയി. കാരണം അടുപ്പൊന്ന് കത്തി വരാനായിട്ട് സമയം എടുത്തത് കൊണ്ട് അരി ഇടാൻ താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കലനിറയെ വെള്ളം വെച്ചിട്ട് 3 പ്രാവശ്യം ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കും. കാരണം അതിൽ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ബാക്കി പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഞാനിവിടെ വലിയ കലത്തിൽ വെള്ളം വെച്ചേക്കുന്നതുകൊണ്ട് മാത്രം 3 പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കുന്ന. ഇപ്പോഴും നല്ല എന്നും തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ട ശേഷം ഫത്താഹിനെ വിളിച്ചുണർത്തി പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ ഏതാണ്ട് സ്കൂളിൽ വിടാൻ പോവുകയാണ് കേട്ടോ. മോളുടെയൊക്കെ സ്കൂളിൽ കലോത്സവം നടക്കുന്നതുകൊണ്ട് സ്കൂൾ ബസ്സില്ല. സ്കൂൾ ബസ്സിനാണ് ഞാൻ വിടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സ്കൂൾ ബസ് കിട്ടാത്തത്. അതുകൊണ്ട് അവനെ കൊണ്ടുവന്ന് വിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് വേണം സ്കൂളിലേക്ക് തിരിച്ചു പോകാനായിട്ട്. കച്ചി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉത്സാഹമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ചാടി ഓടി മുന്നോ അങ്ങ് ഇറങ്ങി പോകുന്നതാണ്. കുക്കൊക്കെ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ എപ്പോൾ പോയി? രാവിലെ പോയി. അങ്ങനെ തന്നെ ഫത്താഹിനെയൊക്കെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാൻ ചായ വെച്ചിരിക്കുന്നത്. കാക്കു പോയിട്ടില്ല. കാക്കു ഇന്നിവിടെ ഉണ്ട്. എനിക്ക് കുറച്ച് കുറ്റി ബീൻസും വള്ളിപ്പയറും കാന്താരിയൊക്കെ വീട്ടിൽ നിന്ന് അമ്മച്ചി തന്നു വിട്ടാണ് കേട്ടോ. ഇന്ന് നടണം. ഇന്ന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എന്താണെങ്കിലും ഇന്ന് നടാൻ പറ്റില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കുറച്ച് ഭാഗം കിളച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. കിളച്ച് കൊടുത്തിട്ട് വേണം നടാനായിട്ട്. നമ്മുടെ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ കാരണം ഈ വർഷം പച്ചക്കറി ഒന്നും തന്നെ നട്ടിട്ടില്ല കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇതധികം താമസിക്കാതെ നടണം. അങ്ങനെ ദാണ്ട് ഇവിടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യം പേരൻസ് എന്നെ വിളിച്ചു മോളെ ഒരുക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ കറിയൊന്നും വെച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഞാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ കഞ്ഞി ഊറ്റിയിട്ട് കുറച്ച് ചിക്കൻ കറിയും ഇരിപ്പുണ്ട്, ചിക്കൻ വറക്കാനും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കൂടി വറുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. കാക്ക ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാനുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചിക്കനെങ്കിലും വറക്കാൻ നിന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയേനെ. കാരണം പ്രോഗ്രാമിൻ്റെ സമയം ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞാണ് ബാക്കിയുള്ള പേരൻസ് എന്നെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് വന്ന് കുട്ടികളെ ഒരുക്കാനായിട്ട് കൂടണമെന്നും പറഞ്ഞ്. ഒരുപാട് കറിയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ വറുത്തതും ചിക്കൻ കറിയും കൂടെ കൂട്ടി കാക്ക കഴിച്ചോളും, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കറിയുടെ കാര്യത്തിൽ വലിയ ചാറ് വേണം, തോരൻ വേണം, വറുത്ത് വേണം, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ കറി മാത്രമേ ഉള്ളെങ്കിൽ കഴിച്ചോളും, ചോറ് കഴിച്ചോളും, നിർബന്ധങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നേരം സ്ലിമ്മിലിട്ട് ആണ് കേട്ടോ ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനൊക്കെ പൊരിച്ച് കഴിക്കുന്ന കൂടെ തന്നെ ആ ഒരു പച്ചമുളക് പൊരിച്ചെടുത്തതും കരിയാപ്പില എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ചിക്കൻ കഷ്ണത്തെക്കാളും ഇഷ്ടം ആ ഒരു പൊരിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അതുകൂട്ടി എനിക്ക് ചപ്പാത്തി തിന്നാനും ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് കറിയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിപ്പോവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രമൊന്നും അടുക്കി വെക്കാനായിട്ട് നിന്നില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ട് നേരത്തെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി. അങ്ങനെ എന്താണ് ഞാൻ സ്കൂളിലേക്ക് എത്തിയപ്പോഴത്തേക്കും പകുതിയിൽ കൂടുതൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കുറേയേറെ പ്രാക്ടീസിനൊക്കെ ശേഷമാണ് അവർ സ്റ്റേജിലേക്ക് കയറിയത്. ഒപ്പനയ്ക്ക് പ്രാക്ടീസ് കൊടുത്തതുകൊണ്ടും പിന്നെ ഒരുക്കാനൊക്കെ കൂടിയതുകൊണ്ടും സ്റ്റേജിൽ നടക്കുന്ന ഒരു പരിപാടി പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവരെ ഒരുക്കി നമ്മൾ സ്റ്റേജിലേക്ക് ചെന്ന ശേഷമാണ് അവിടെ കുറച്ച് പരിപാടി നടന്നതെങ്കിലും കാണാൻ പറ്റുന്നത്. അതെല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൊക്കുമോൾ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് എല്ലാ വർഷവും കയറും. അപ്പോൾ ഈ വർഷം ഒപ്പനയ്ക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒപ്പനയ്ക്ക് കയറിയ കൂടെ തന്നെ മാപ്പിളപ്പാട്ടിനും ദേശഭക്തി ഗാനത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അതപ്പം വ്യത്യസ്ത സ്റ്റേജുകളിലാണ് പരിപാടി നടക്കുന്നത്. അതെല്ലാം ഒരേ സമയമായി പോയതുകൊണ്ട് തന്നെ സങ്കടമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒപ്പന മാത്രമേ ഉള്ളൂ. ഹൈസ്കൂളിൻ്റെ ഒപ്പനയിൽ മത്സരിക്കാനായിട്ട് 3 ടീമുകളുണ്ടായിരുന്നു. അതിലൊരു ടീം വന്ന് ക്യാൻസൽ ചെയ്ത് ബാക്കി 2 ടീമുകളുമായിട്ടാണ് മത്സരം നടന്നിരുന്നത്. എല്ലാം തന്നെ ഒന്നൊന്നിനും മെച്ചമെന്നുള്ള രീതിയിൽ നല്ല നല്ല ഒപ്പനകളായിരുന്നു കേട്ടോ. ഒന്നും മോശമെന്ന് പറയാനില്ല. കൂടെ മത്സരിച്ചവരുടെ കുറച്ച് ഒപ്പനയുടെ ഭാഗമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കുക്കുമോളുടെയൊക്കെ ഒപ്പനയാണ് കേട്ടോ. അത് നമുക്ക് മുഴുവൻ കണ്ട ശേഷം ബാക്കി പറയാം.
അങ്ങനെ ഹൈസ്കൂളിൽ നിന്ന് 2 ടീമുകൾ മത്സരിച്ചിൽ അൽഹംദുലില്ലാ മോളുടെ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. ഇനി സബ് ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള അവസരവും അവർക്ക് തന്നെയാണ്. അപ്പോൾ മക്കളുടെ എല്ലാം ദിവസങ്ങളുടെ കഷ്ടപ്പാടും പ്രാക്ടീസും ഒക്കെ തന്നെയാണ് കേട്ടോ അതിന് കാരണവും. എന്താണേലും ഒപ്പന കഴിഞ്ഞ ഉടനെ ഞാൻ ഫത്താഹിനെ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. നമ്മുടെ വീട്ടിലെ പണികൾ പൂർണ്ണമായിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോയിരുന്നത്. പുള്ളി പരിപാടികളാണ് കേട്ടോ സ്കൂളിൽ നടക്കുന്നത്. 7-8 മണി വരെയും പരിപാടികൾ നീളും. അപ്പോൾ അത്രയും നേരമൊന്നും നിൽക്കാനായിട്ട് ഞാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.